യെസ്, വി ആർ ബാക്ക് ഇൻ ആക്ഷൻ. ബോളിവുഡിൻ്റെ സ്പൈ യൂണിവേഴ്സിൽ നിന്നും ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. വാർ 2. കുറച്ച് നാൾ മുമ്പ് ഋതിക് റോഷൻ അതുപോലെ തന്നെ ടൈഗർ ഷെറോഫ് എന്നിവരൊക്കെ നായകന്മാരായിട്ട് വാർ എന്ന് പറയുന്ന സിനിമ റിലീസായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കബീർ സിംഗ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് ഋതിക് റോഷൻ കൈകാര്യം ചെയ്തത്. ഗംഭീരമായിട്ട് ഹിറ്റായ ഒരു സൂപ്പർ സിനിമയായിരുന്നു. അപ്പോൾ അതിനുശേഷം ടൈഗർ സീരീസിലെ സൽമാൻ ഖാൻ്റെ 3ാമത്തെ പാർട്ട് വന്നു. അതിൻ്റെ ഏറ്റവും അവസാനം കബീർ സിംഗിനെ ടീസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ പഠാൻ എന്ന് പറയുന്ന സിനിമയിൽ സൽമാൻ ഖാൻ്റെ ടൈഗറിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കുക. അങ്ങനെ ഈ പഠാനും ടൈഗറും വാറിൻ്റെ അകത്ത് ഈ കബീർ സിംഗ് ഇവരെല്ലാവരും കൂടി വരുന്ന ഒരു സ്പൈ യൂണിവേഴ്സാണ് ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റൊരു യൂണിവേഴ്സ്. അപ്പോൾ ആ സ്പൈ യൂണിവേഴ്സിൽ ഏറ്റവും പുതിയൊരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള വാർ 2 എന്ന് പറയുന്ന സിനിമയുടെ ടീസറാണ് അത് സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നത് റിലീസാവാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് ജൂനിയർ NTRൻ്റെ പിറന്നാളാണ്. ജൂനിയർ NTR സിനിമയിലുണ്ട് എന്നുള്ളത് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ടീസർ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു സിനി പീടിക. എവിടെ സാധനം എവിടെ? യെസ് കിട്ടി. അപ്പം നമുക്കിതിൻ്റെ വോളിയം കാര്യങ്ങളെല്ലാം നോക്കാം. ഏതാണ്ട് 9 മണിക്കൂറായി പടം എൻ്റെ ഇത് വന്നിട്ട്. മൈക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യണോ അതോ മൈക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യുന്ന ചെയ്യാം? അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ സൗണ്ട് കിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്നാൽ ഇവിടെ വല്ലതും കുത്തി വെക്കാം. യെസ്, ഇപ്പം സൗണ്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. യെസ് എന്ത് ചെയ്യാം? നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ്. Yes, started. मेरी नजर कब से तुझ पे है कबीर, इंडिया's best soldier, रॉ का बेस्ट एजेंट. तू था अब नहीं. ഒരു മിനിറ്റ്. ഇതിൻ്റെ ക്ലാരിറ്റി നമ്മൾ വളരെ കുറച്ചാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ക്ലാരിറ്റി കൂടുതലാണെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ കാണാം. मेरी नजर कब से तुझ पे है कबीर, इंडिया's best soldier, बेस्ट एजेंट, वो का बेस्ट एजेंट. वो तू था अब नहीं. तू मुझे नहीं जानता, पर अब जान जाएगा. Get ready for war. Greek god വന്നു. ഓ, മോനെ, നല്ല ഗ്രീൻ സ്ക്രീൻ്റെ കളിയുണ്ടല്ലോ. ഇവളാണ് മറ്റേ പടത്തിൽ വേറെ നയിക്കട്ടെ. വരല വാ. ഓക്കെ, ഡയറക്ടർ അയൻ മുഖർജി, ആദിത്യ ചോപ്രയുടെയാണ്. യഷ്രാജ് ഫിലിംസിൻ്റെ സ്പൈ യൂണിവേഴ്സ് ആണല്ലോ. നമ്മുടെ ജൂനിയർ NTRനെ വില്ലനാക്കുമോ? ടൈഗർ ഷെറോഫ് കഴിഞ്ഞ പടത്തിൽ വില്ലനായിരുന്നു, പക്ഷേ പുള്ളിയെ വില്ലനാക്കാൻ ചാൻസ് ഉണ്ടോ? എന്തായാലും ഭൈരവയുടെ റെഫറൻസ് ഒക്കെ ഉണ്ട്. ബർല വാ സാധനമൊക്കെ ഇട്ടുണ്ടല്ലോ. സംഗതി കൊള്ളാം, നൈസ്. കുറേ ഗ്രീൻ സ്ക്രീൻ സാധനങ്ങളൊക്കെ നല്ല എടുത്ത് കാണുന്നു. തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഗ്രീൻ സ്ക്രീനൊക്കെ നന്നായിട്ട് എടുത്ത് അറിയുന്നുണ്ട്. പിന്നെ ഹിന്ദിയിലൊരു നല്ല പടം വരുന്നില്ല, അതൊരു സത്യമായിട്ടുള്ളൊരവസ്ഥയാണ്. പിന്നെ ഇമാതിരി പടങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഒരു കയ്യടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നത്. ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ടെക്നിക്കൽ ക്വാളിറ്റീസും ടെക്നിക്കൽ സ്ട്രെങ്ത്തും ഒക്കെ ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിനിമകൾ ഇവർ ചെയ്യുമ്പം അതിനൊരു
നല്ല രസമുണ്ടായിരിക്കും കാണാൻ. ഒരു കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാൻ വലിയ ബോറടിയൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക് വെക്കാൻ പറ്റുന്നൊരു സിനിമയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കാം. എന്തായാലും ജൂനിയർ NTRനെ വില്ലനാക്കാൻ ചാൻസ് ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും പടം വരട്ടെ. ഓഗസ്റ്റ് 14 പടം റിലീസ്. അപ്പോൾ ഓഗസ്റ്റ് 14 ഈ പടം എന്തായാലും ഇവിടെ റിലീസായിരിക്കും. ഓഗസ്റ്റ് 14 കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.